എന്ന് കേട്ടിട്ടുണ്ടോ? പല ആചാരാനുഷ്ഠാനങ്ങളും വേരൂന്നി നിൽക്കുന്ന ഇന്ത്യൻ മണ്ണിൽ ഇന്നും അരങ്ങേറുന്ന ഒരു ക്രൂരമായ ആചാരമാണ് ഗോത്മാർ മേള. ലോകത്തിലെ രക്തരൂഷിതമായ ഫെസ്റ്റിവലുകളിലൊന്ന്. മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഈ ഫെസ്റ്റിവൽ വെറും വിശ്വാസത്തിന്റെ പേരിൽ വീണ്ടും നടത്തപ്പെട്ടിരിക്കുകയാണ്. മധ്യപ്രദേശിലാണ് ഈ നടുക്കുന്ന പ്രാകൃതമായ ആചാരം നടക്കുന്നത്. മധ്യപ്രദേശിലെ പന്തുർണ ഗ്രാമത്തിലെ ജാം നദിക്കരയാണ് വേദി. ഇവിടെ പന്തുർണ, സവർഗോൺ എന്നീ ഗ്രാമങ്ങൾ ഏറ്റുമുട്ടും, അതും പരസ്പരം കല്ലുകൾ എറിഞ്ഞുകൊണ്ട്. അതെ, ഈ കല്ലേറു തന്നെയാണ് ആചാരം. ഗോത്ത് എന്ന വാക്കിന് കല്ല് എന്നാണ് മറാഠി ഭാഷയിൽ അർത്ഥം. ജാം നദിക്കരയിലെ ചണ്ഡി മാതാവിനെ ആരാധിച്ചുകൊണ്ടാണ് ഗോത്മാർ മേള ആരംഭിക്കുന്നത്. ജാം നദിയിൽ നാട്ടിയ മരത്തിന്റെ ചുവന്ന കൊടി കൈക്കലാക്കുന്ന ദേശക്കാരാണ് മത്സരത്തിലെ വിജയി. എന്നാൽ കൊടി കൈക്കലാക്കാൻ ശ്രമിക്കുന്നവരെ എതിർ ഗ്രാമക്കാർ കല്ലെറിഞ്ഞു വീഴ്ത്തും. മൃഗീയ വിനോദമെന്ന് കേൾക്കുമ്പോൾ തോന്നിയേക്കും, പക്ഷേ ആചാരമായാണ് മേള ഇവിടുത്തുകാർ കൊണ്ടാടുന്നത്. സവർഗോൺ ഗ്രാമത്തിലെ ജനങ്ങളാണ് ഒരു പലാഷ് മരം നദിയുടെ മധ്യത്തിൽ സ്ഥാപിക്കുക. എന്നിട്ട് അതിനെ അവരുടെ വിശുദ്ധ കൊടിയായി അവർ അടയാളപ്പെടുത്തും. തങ്ങളുടെ മകളായി കണ്ട് ഈ കൊടിയെ രക്ഷിക്കാനാണ് പിന്നീട് അവർ ശ്രമിക്കുക. ആൺകുട്ടികൾക്ക് വേണ്ടി ഈ കൊടി പിടിച്ചെടുക്കാൻ പന്തുർണ ഗ്രാമത്തിലെ ജനങ്ങളെത്തും. എതിരാളികളെ കല്ലുകൊണ്ട് ആക്രമിക്കും. കൊടി തകരുന്നതുവരെ ഈ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയാവാം ഇത്തരമൊരു ആചാരം നിലവിൽ വന്നിട്ടുണ്ടാകുക? കഥകൾ പലതാണ്. 400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയുണ്ട് ഗ്രാമവാസികൾക്ക് പറയാൻ. പന്തുർണയിൽ നിന്നുള്ള ഒരു യുവാവ് സവർഗോണിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുമായി ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ഇരുവരെയും ജാം നദിയിലെത്തിയപ്പോൾ ഗ്രാമവാസികൾ കല്ലെറിഞ്ഞത്രേ. അതുകണ്ട് പന്തുർണ ഗ്രാമവാസികളും തിരികെ ആക്രമിച്ചു. ഒടുവിൽ കല്ലേറിൽ പ്രണയിനികൾ കൊല്ലപ്പെട്ടു. ഈ ദുരന്ത പ്രണയകഥയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ തുടരുന്ന ഈ ആചാരമെന്നാണ് വിശ്വാസം. മറ്റൊരു കഥ ഇങ്ങനെയാണ്. ജാം നദിയുടെ തീരത്തുള്ള ഒരു കോട്ടയിലായിരുന്നു പിന്താരി എന്ന ഗോത്ര സമൂഹം താമസിച്ചിരുന്നത്. ഇവരെ മഹാരാഷ്ട്രയിലെ ബോൺസ്ലെ രാജാവ് ആക്രമിച്ചു. ആയുധങ്ങൾ കുറവായതിനാൽ പിന്താരി സൈന്യം കല്ലുകൾ കൊണ്ടാണ് ബോൺസ്ലെ സൈന്യത്തെ നേരിട്ടത്. കല്ലെറിഞ്ഞ് സൈന്യത്തെ തോൽപ്പിക്കാനും ഗ്രാമവാസികൾക്കായി. ഇതിന്റെ തുടർച്ചയാണ് ഈ ആചാരമെന്നാണ് മറ്റൊരു കഥ. 1955 മുതൽ 2023 വരെയുള്ള കണക്കുകൾ പ്രകാരം കുറഞ്ഞത് 13 ആളുകൾക്കെങ്കിലും ഈ ആചാരത്തിനിടയിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. പലർക്കും കൈകാലുകളും കാഴ്ചശക്തിയും വരെ നഷ്ടപ്പെട്ടു. 1978ലും 87ലും അക്രമം തടയുന്നതിനായി പോലീസ് ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗ്രാമവാസികൾ പോലീസിനെ തിരികെ ആക്രമിക്കുകയാണുണ്ടായത്. 2001ൽ കല്ലിനു പകരം പ്ലാസ്റ്റിക് പന്തുകൾ ഉപയോഗിക്കാൻ അധികാരികൾ ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല. മനുഷ്യരെ മാത്രമല്ല ഈ കല്ലേറ് ബാധിക്കുക. ജാം നദിയുടെ തീരത്തുള്ള രാധാകൃഷ്ണ ക്ഷേത്രം മേള നടക്കുന്ന ദിവസങ്ങളിൽ പോറലേൽക്കാതിരിക്കാൻ പൂർണ്ണമായും മൂടിയിടുകയാണ് പതിവ്. നദീതീരത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. കല്ലേറിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ ആചാരം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും എല്ലാം പേരും പറഞ്ഞ് ഒരു ദുരാചാരത്തെ വിടാതെ പിന്തുടരുകയാണ് ഒരു പറ്റം മനുഷ്യർ. ഭരണകൂടം ഫലപ്രദമായ ഇടപെടൽ ഇനിയെങ്കിലും നടത്തിയില്ലെങ്കിൽ ഇനിയും ഒട്ടേറെ ജീവനുകൾ നഷ്ടമായേക്കും.